ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലം വരെ പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു പുതിയ വിധി വന്നതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അതായത് ഓരോ ഇന്ത്യൻ പൗരനും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ആ നിർണായക മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി വന്നതോടെ ആ അവസ്ഥ മാറി. എന്തായിരുന്നു ആ വിധി? നമുക്ക് നോക്കാം. ഈയൊരു വലിയ മാറ്റത്തിന് കാരണമായത് ഒരു കേസാണ്. മിഹിർ രാജേഷ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ്. ഈയൊരൊറ്റ കേസിലെ വിധിയാണ് ഇന്ത്യയിലെ അറസ്റ്റ് നടപടിക്രമങ്ങളെ ശരിക്കും പറഞ്ഞാൽ അടിമുടി മാറ്റിയത്. അപ്പോ എന്താണ് ഈ ഗ്രൗണ്ട്സ് ഫോർ അറസ്റ്റ് അഥവാ അറസ്റ്റിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, പോലീസ് നിങ്ങളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നതിന്റെ കൃത്യമായ നിയമപരമായ ഒരു വിശദീകരണം. അത്രയുള്ളൂ. ഇതാണ് നിങ്ങളുടെ അവകാശങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇതാണ് ആ വിധിയുടെ കാതലായ ഭാഗം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം വളരെ വളരെ വ്യക്തമാണ്. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് എന്ത് കാരണത്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് എഴുതി തന്നെ കൊടുക്കണം. ഇത് പോലീസിന്റെ ഒരു ഒഴിവാക്കാനാവാത്ത ഉത്തരവാദിത്തമാണ്. അപ്പൊ ശരി, ഈ വിധി പ്രായോഗികമായി എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇത് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? പുതിയ നിയമപ്രകാരം അറസ്റ്റിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി, പോലീസ് നിയമം അനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. രണ്ടാമതായി, എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെന്റ് അവർ നിങ്ങൾക്ക് തരണം. മൂന്നാമതായി, ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം. ഇനി നാലാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനം, നിങ്ങളെ റിമാൻഡിനായി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഈ രേഖ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? പോലീസ് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ആ അറസ്റ്റ് നിയമവിരുദ്ധമാകും. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു നിയമപരിരക്ഷയാണ്, ഓർക്കണം. ഇതൊരു വെറും പുതിയ നിയമം മാത്രമല്ല. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈയൊരു വിധി ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്. നോക്കൂ, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21, 22 എന്നിവ ഓരോ പൗരന്റെയും ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള അവകാശം ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ പുതിയ വിധി ആ അവകാശത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു, കൂടുതൽ ശക്തമാക്കുന്നു. എല്ലാ നിയമങ്ങൾക്കുമുള്ളതുപോലെ ഇതിനും ചില ഒഴിവാക്കലുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അതും കൂടി അറിഞ്ഞാലേ നമുക്കിതിന്റെ ഒരു പൂർണ്ണചിത്രം കിട്ടുകയുള്ളൂ. ഇവിടെ പ്രധാനമായിട്ടും 2 സാഹചര്യങ്ങളുണ്ട്. സാധാരണ അറസ്റ്റാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ കാരണം എഴുതി നൽകണം. പക്ഷേ ചില അടിയന്തര സാഹചര്യങ്ങളിൽ, അതായത് സാക്ഷികളുടെ ജീവന് ഭീഷണിയുണ്ടെന്നോ മറ്റോ തോന്നിയാൽ, പോലീസിന് ആദ്യം വാക്കാൽ കാരണം പറയാം, പക്ഷേ അതിനുശേഷം ന്യായമായ സമയത്തിനുള്ളിൽ എഴുതി നൽകുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ റിമാൻഡ് ചെയ്യുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുൻപെങ്കിലും ആ രേഖ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം. അത് നിർബന്ധമാണ്. വേറെയും ചില കാര്യങ്ങൾ നമ്മളിതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വിധി അറസ്റ്റുകളെ നിരോധിക്കുന്നില്ല, പകരം അതിനൊരു കൃത്യമായ നടപടിക്രമം കൊണ്ടുവരുന്നു എന്നു മാത്രം. രണ്ടാമതായി, ഒരറസ്റ്റ് നിയമവിരുദ്ധമായി എന്ന് കരുതുക. എങ്കിൽ പോലും നിയമം പാലിച്ച് അതേ ആളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയും. പിന്നെ UAPA പോലുള്ള ചില കടുത്ത നിയമങ്ങളുണ്ട്. അവയ്ക്ക് അതിൻ്റേതായ അറസ്റ്റ് വ്യവസ്ഥകൾ ഉണ്ടാകാം. അപ്പോൾ ഈ വിധി അവിടെ ബാധകമായി കൊള്ളണമെന്നില്ല. ശരി, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. പക്ഷേ വെറുതെ അറിഞ്ഞിരുന്നാൽ മതിയോ? പോരല്ലോ. ഈ അവകാശങ്ങൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയുക എന്നത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. അവ നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം. ഒരു നിയമലംഘനം നടന്നാൽ അതിനെ ചോദ്യം ചെയ്യാനും നിയമപരമായി നേരിടാനും നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോ അറസ്റ്റിന്റെ കാരണം നിങ്ങൾക്ക് രേഖാമൂലം കിട്ടിയില്ല എന്ന് കരുതുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമതായി, അറസ്റ്റിന്റെ നിയമസാധുതയെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാം. രണ്ടാമത്, ജാമ്യം കിട്ടാനുള്ള അപേക്ഷയിൽ ഇതൊരു പ്രധാന വാദമായി ഉന്നയിക്കാം. ഇനി മൂന്നാമതായി, ഇതൊരു മൗലികാവകാശ ലംഘനമായതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ട് ഹർജികൾ ഫയൽ ചെയ്യാനും കഴിയും.
അപ്പോ ഇവിടെ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. നമ്മുടെ അവകാശങ്ങളെല്ലാം നിയമപുസ്തകങ്ങളിൽ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കടലാസിലുള്ള ഈ അവകാശങ്ങൾ സാധാരണക്കാരായ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കും? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്.